ഹായ് ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളെ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് അക്കാഡമി ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ റിവിഷൻ സീരീസ് 2 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡെയിലി നമുക്കൊരു 3 ക്ലാസ് വെച്ചുണ്ടാവും. നിങ്ങളതിൻ്റെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാം. നമ്മുടെ എക്സാം അടുക്കാറായതുകൊണ്ട് നമ്മൾ പഴയ ക്വസ്റ്റ്യൻസ് ഒക്കെ മാക്സിമം നമ്മളൊന്ന് റിവൈസ് ചെയ്ത് പഠിക്കാം കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണിത്. യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് കൂളംബ്. ഇലക്ട്രിക് ഫ്ലക്സിന് യൂണിറ്റ് കൂളംബ്. ഇൻസൈഡ് എ കണ്ടക്റ്റിംഗ് സ്പിയർ ഡാഷ് റിമെയിൻ കോൺസ്റ്റൻറ്റ്. എന്തായിരിക്കും കോൺസ്റ്റൻറ്റ്? കണ്ടക്റ്റിംഗ് സ്പിയറിൻ്റെ അകത്ത് ഇലക്ട്രിക് പൊട്ടൻഷ്യലാണ് കോൺസ്റ്റൻറ്റ്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ ബിറ്റ്വീൻ ടു ചാർജ്ഡ് ബോഡി ഈസ് ഗിവൺ ബൈ. ഏത് ലോയാണ്? കൂളംസ് ലോ. ഫോഴ്സ് ഓഫ് അട്രാക്ഷനും റിപ്പൾഷനും ആണെങ്കിൽ ഏതാണ്? കൂളംസ് ലോ. ദ ബെസ്റ്റ് വേ ടു റിമൂവ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഫ്രം മെഷീനറി ഈസ് ടു എന്താണ്? ഗ്രൗണ്ട് ഫ്രെയിം വർക്ക്. ഗ്രൗണ്ട് ഫ്രെയിം വർക്ക്. റിമൂവ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഫ്രം മെഷീനറി. ഗ്രൗണ്ട് ഫ്രെയിം വർക്ക്. Coulomb's law for the force between electric charges most closely resembles with. Coulomb's law ആണെങ്കിൽ ഏതാണ്? ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. Coulomb's law most related with Newton's law of gravitation. The unit of electric intensity is. Electric intensity unit എന്താണ്? ജൂൾസ് പെർ കൂളംബും ന്യൂട്ടൺസ് പെർ കൂളംബ്. ബോത്ത് ബി എം സി ആണ്. ബോത്ത് ബി സി. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആൻഡ് ഇക്യു പൊട്ടൻഷ്യൽ ലൈൻസ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസും ഇക്യു പൊട്ടൻഷ്യൽ ലൈൻസും കട്ട് ഈച്ചത് ഓർത്തഗണലിയാണ് കട്ട് ചെയ്യുന്നത്. കട്ട് ഈച്ചത് ഓർത്തഗണലി. നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ തന്നെ 2 പ്രാവശ്യമൊക്കെ ഒന്ന് കാണുക കേട്ടോ. കാരണം അങ്ങനെ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മനസ്സിൽ പതിയത്തുള്ളൂ. അബ്സൊല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് എ വാക്വം ഈസ് ടേക്കൺ ആസ്. വാക്വത്തിന് അബ്സൊല്യൂട്ട് പെർമിറ്റിവിറ്റി എന്താണ്? 8.854 ഇൻറ്റു 10⁻⁻12 ഫാരഡ് പെർ മീറ്റർ. 8.854 ഇൻറ്റു 10⁻⁻12. എ റീജിയൻ അറൗണ്ട് എ സ്റ്റേഷനറി ഇലക്ട്രിക് ചാർജ് ഹാസ്. എന്തായിരിക്കും? ഇലക്ട്രിക് ഫീൽഡ്. എ റീജിയൻ അറൗണ്ട് എ സ്റ്റേഷനറി ഇലക്ട്രിക് ചാർജ് ഹാസ് ഇലക്ട്രിക് ഫീൽഡ്. Space surrounding a charge within which the influence of its charge extent is known as electric field. Space surrounding a charge ആകുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും അല്ലേ. സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്ത് എങ്ങനെയാണ്? ഫ്രിക്ഷൻ ബൈ ഫ്രിക്ഷൻ. 1 കൂളംബ് ഈസ് ഈക്വൽ ടു, ഇതുപോലെ തെറ്റിക്കുന്നവരുണ്ട്, 1 കൂളംബ് ഈസ് ഈക്വൽ ടു 6 ഇൻറ്റു 10⁻18 ഇലക്ട്രോൺസ് ആണ്. 18 10⁻18. The sure test of electrification is repulsion. Repulsion. The direction of electric field due to a positive charge. Electric field due to positive charge ആണെങ്കിൽ away from its charge ആയിരിക്കും. away from the charge ആയിരിക്കും. The charge distribution on a conical shaped conductor is non-uniform. The charge distribution on a conical shaped conductor is non-uniform. An electric field can deflect. ഏത് പാർട്ടിക്കിൾസ് മാത്രമാണ്? ആൽഫ പാർട്ടിക്കിൾസ് മാത്രമാണ് ഇലക്ട്രിക് ഫീൽഡ് ക്യാൻ ഡിഫ്ലക്റ്റ്. ആൽഫ പാർട്ടിക്കിൾസ്. A hollow sphere of charge does not produce an electric field at any interior point ആണ്. ഹോളോ സ്പിയർ അല്ലേ, അപ്പം ഇൻറ്റീരിയർ പോയിൻ്റ്. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഏത് ക്വാണ്ടിറ്റിയാണ്? വെക്റ്റാർ ക്വാണ്ടിറ്റി. വാട്ട് ഈസ് ദ SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്? വോൾട്ട് പെർ മീറ്റർ. വോൾട്ട് പെർ മീറ്റർ. ഇലക്ട്രിക് ഫീൽഡ് വോൾട്ട് പെർ മീറ്റർ. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ചാർജ്ഡ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഇസ് റെഡ്യൂസ് ടു ഹാഫ് ദി ഒറിജിനൽ ഡിസ്റ്റൻസ്. ദ ഫോഴ്സ് ബിറ്റ്വീൻ ദം ഈസ്. നമുക്ക് നമ്മുടെ കൂളംസ് ലോ അനുസരിച്ച് ഫോഴ്സും ഡിസ്റ്റൻസും നമ്മുടെ ഇക്വേഷൻ നമുക്കറിയാം അല്ലേ. എങ്ങനെ വരും? അപ്പം 4 ടൈംസ് വരല്ലേ. ഇഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ചാർജ്ഡ് പാർട്ടിക്കിൾസ് റെഡ്യൂസ് ടു ഹാഫ് ആണെങ്കിൽ ഒറിജിനൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫോഴ്സ് ബിറ്റ്വീൻ ദം എന്ന് പറഞ്ഞാൽ 4 ടൈംസാണ്. നിങ്ങൾ ചെയ്തു വരച്ച് ഇക്വേഷൻ വെച്ച് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കൂ ഡിസ്റ്റൻസ്. എ മെറ്റൽ ഷീറ്റ് ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ 2 ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ്. ദെൻ ദ ഫോഴ്സ് ബിറ്റ്വീൻ ദം വിൽ ബി. മെറ്റൽ ഷീറ്റ് ആകുമ്പോൾ എപ്പോഴും നിങ്ങൾ ഓർക്കാം, നമ്മൾ ഡിക്രീസസ് ആണ് വരുന്നത്. മിക്കവാറും ഡിക്രീസ് ആണ് വരുന്നത് മെറ്റൽ ഷീറ്റിൻ്റെ കേസൊക്കെ. The total electric flux in a sphere of radius 10 meter enclosing a charge of 1000 coulomb is. എന്തായിരിക്കും? ഇറ്റ് ഈസ് ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഇൻ എ സ്പിയർ ഓഫ് റേഡിയസ് 10 meter എൻക്ലോസിങ് എ ചാർജ്. എത്രയാണ്? 1000 വരും അല്ലേ. ചാർജ് വന്നിട്ട് ഫ്ലക്സ്, ഇലക്ട്രിക് ഫ്ലക്സ് റേഡിയസ് വന്നിട്ടുണ്ട്, ചാർജ് ഇത്ര തന്നെയാണ് 1000. സ്പിയർ ഓഫ് റേഡിയസ്, സ്പിയർ അല്ലേ, സ്പിയർ. ഇൻ ചാർജിങ് ബൈ ഇൻഡക്ഷൻ ദ ചാർജിങ് ബോഡി ഡസ് നോട്ട് ലൂസ് എനി ചാർജ്. ഇൻഡക്ഷൻ ആണെങ്കിൽ ചാർജ് ചെയ്യുന്ന ബോഡിയിൽ ചാർജ് ലൂസ് ആകത്തില്ല. The ratio of force between 2 small point charges in air and in a medium of dielectric constant K is. റേഷ്യോ എന്താണ്? എയറും ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് K ആണെങ്കിൽ K:1. സ്റ്റേഷനറി ഇലക്ട്രിക് ചാർജ് പ്രൊഡ്യൂസസ്. സ്റ്റേഷനറി ഇലക്ട്രിക് ചാർജ് പ്രൊഡ്യൂസസ് എന്തായിരിക്കും? ഇലക്ട്രിക് ഫീൽഡ് ഒള്ളി. ആൻഡ് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഓൾവേസ് സ്റ്റാർട്ട്സ് എന്താണ്? പോസിറ്റീവ് ചാർജ് സ്റ്റാർട്ട്സ് ചെയ്യും, എൻഡ് ചെയ്യുന്ന നെഗറ്റീവ് ചാർജ്. The electric field strength of a charge. The electric field strength of a charge decreases with the square of distance. ഡിക്രീസസ് ആണ്. നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ്റെ ആൻസർ പറഞ്ഞല്ലോ. ഫ്ലക്സിൻ്റെ നമ്മുടെ ഗോസസ് ലോ അനുസരിച്ചാണ് നമുക്ക് കിട്ടുന്നത്. Phi = phi ആണ് ഗോസസ് ലോ അനുസരിച്ച്. Epsilon Phi = Q/ε0 ഗോസസ് ലോ അനുസരിച്ച്.
The total electric flux through any closed surface surrounding a charge is equal to the amount of charge enclosed. The above statement Gauss's law statement ആണ് പറഞ്ഞിട്ടുള്ളത്. It is not a property of insulatorൻ്റെ പ്രോപ്പർട്ടി അല്ലാത്തത് ഹൈ പെർമിറ്റിവിറ്റി. ഇതൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട്. ഹൈ പെർമിറ്റിവിറ്റി നോട്ട് എ പ്രോപ്പർട്ടി ഓഫ് ആൻ ഇൻസുലേറ്റർ. ഹൈ പെർമിറ്റിവിറ്റി. The electric charge is transferred from one body to another insulated metal body only when the medium എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ആണോ, മീഡിയം വാക്വം ആണോ, മീഡിയം ഡ്രൈ എയർ ആണോ. എബോ സ്റ്റേറ്റ്മെൻറ്റ് ഓൾ ദി എബോ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ഇലക്ട്രിക് ചാർജ് ഈസ് ട്രാൻസ്ഫർ ഫ്രം വൺ ബോഡി ടു അനദർ ഇൻസുലേറ്റഡ് മെറ്റൽ ബോഡി ഒൺലി വെൻ എല്ലാം കറക്റ്റാണ്. ഇലക്ട്രിക് ആണെന്നാലും മീഡിയം എയർ ആണെന്നാലും വാക്വം ആണെന്നാലും. The phenomenon of an uncharged body getting charged merely by nearness of a charged body is called induction. The electric field intensity at a point situated at a distance d from a straight charge conductor is proportional to 1 by d. Equipotential surface in എല്ലാ പോയിൻറ്റ്സിലും സെയിം പൊട്ടൻഷ്യൽ ആണ്. The value of electric field intensity within the field due to a point charge can be determined by Coulomb's law. Electric field intensity within the field due to a point charge Coulomb's law ആണ്. The relative permittivity of most material lines between 1 ഉം 10. The charge of an isolated conductor resides at the conductor surface. Okay. കാരണം ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് നേരത്തെ 1/d കിട്ടിയില്ല. അത് ഈ ഒരു ഇക്വേഷനിൽ നിന്നാണ് വരുന്നത്. ഓക്കെ. The minimum value of a charge on any object cannot be less than 1.6 into 10 raised to minus 19 coulomb. The relative permittivity of an insulator cannot be infinity. A hollow metal sphere of radius 5 cm is charged such that potential on the surface 10 volt ആണെങ്കിൽ potential of the center of the sphere എന്ന് പറയുന്നത് എത്ര തന്നെയായിരിക്കും? ഇറ്റ് ഈസ് 10 volt. When air is replaced by a medium of dielectric constant K ആണ് in between two electric charges, the force of attraction between them is decreases K times. The electric device which block DC but allow AC is called capacitor. The device used to store electrical energy in the form of electrostatic energy is capacitor. Okay, capacitor. അപ്പോൾ ഞാൻ പെട്ടെന്ന് വായിച്ചു പോകുന്നത് നമുക്ക് സമയം വളരെ കുറവായത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ 2 പ്രാവശ്യം വായിച്ച് പഠിച്ച് പോകാം. എല്ലാ ക്വസ്റ്റ്യൻസും പഠിച്ചിട്ട് തന്നെ പോവാം. ഇത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. An instantaneous change in voltage is not possible in a capacitor. The capacitance of a parallel plate capacitor is not affected by the thickness of the plate. C equal to epsilon, നമ്മൾ ആ ഒരു ഫോർമുല ഉണ്ടല്ലോ, thickness of the plate. When two capacitors connected in parallel, their effective capacitance will be increased ആണ്. effective capacitance parallel ആകുമ്പോൾ increase. So the following type of capacitor is polarized. Electrolytic ആണ്, polarized. A capacitor can be used for 200 volt DC supply should have a working voltage rating of എത്ര തന്നെയാണ് 200 volt. When testing a capacitor with an ohmmeter വെച്ച് ടെസ്റ്റ് ചെയ്തു, മീറ്റർ ഇൻഡിക്കേറ്റ് സം റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ കപ്പാസിറ്റർ രണ്ട് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ലീക്കി. This type of capacitor cannot be stored for a long time as it becomes defective due to aging. Electrolyte. So the following capacitors can have the highest capacitance value in electrolyte ആണ്. For which of the following type of capacitor color coding is not used to specify the value? അതും ഇലക്ട്രോലൈറ്റിക് ആണ്. കപ്പാസിറ്റേഴ്സ്, 2 കപ്പാസിറ്റേഴ്സ് പാരലൽ ആണെങ്കിൽ നമ്മൾ ഇക്വേഷൻ എങ്ങനെ വരും? C equal to C1 plus C2. Time constant of an RC circuit is defined as the time during which capacitor charging current becomes 37% of its initial value ആണ്. 37% of its initial value. The power dissipated in a pure capacitor is 0. നമ്മൾ ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സിൽ സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചു. 0. When a dielectric slab introduced between two parallel plate ആണെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിക്രീസസ് ആണ്. വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ ഈസ് പ്രൊപ്പോർഷണൽ ടു ചാർജ്. ഓക്കെ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ്, ഇത്രയും ഒരു 50 ക്വസ്റ്റ്യൻസ് അടുത്ത സെറ്റ്. ഇനി ഒരു വീഡിയോ ക്ലാസ്, ഒരു ഡെയിലി നമുക്കൊരു 3 വീഡിയോ ക്ലാസ് ഉണ്ടാവും. 3 ക്വസ്റ്റ്യൻസ് ഡെയിലി നമ്മൾ 150 ക്വസ്റ്റ്യൻസ് വെച്ച് പഠിച്ചു പോകാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഫ്രണ്ട്സിനോടൊക്കെ ഷെയർ ചെയ്യാം മാക്സിമം ഫ്രണ്ട്സിനോട്.